നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് കുറച്ച് ഡിസൈനർ സമ്മർ ഫ്രാഗ്രൻസസ് ആണ്. നമ്മൾ കുറച്ച് നാളായിട്ട് ക്ലോൺസിലേക്ക് കിടന്ന് കളിക്കുമല്ലായിരുന്നു. നമുക്കൊരു ചെറിയ ഒരു അപ്ഗ്രേഡേഷൻ നടത്താം. ഡിസൈനേഴ്സ് ഇനി ക്ലോൺസ് കുറേ കൂടെ ഉണ്ട് പരിചയപ്പെടുത്താനായിട്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്താം. എല്ലാ തരത്തിലുള്ള ആളുകൾക്കും എല്ലാ ഓപ്ഷൻസും വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോണത് ബൾഗാരി അക്വാ പ്യൂർ ഹോം. ഇത് നമ്മുടെ ഈ സമ്മർ ഫ്രാഗ്രൻസസിലെ ഒരു നാഴികക്കല്ലാണ്. അക്വ ഫ്രാഗ്രൻസസിൽ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിയേഷൻസാണ്. ഈ അക്വ ടൈപ്പ് ഓഫ് അക്വാഡിജിയോ ഉണ്ട്, പക്ഷേ എങ്കിൽ എനിക്ക് അക്വാഡിജിയോനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് ഭയങ്കരമായിട്ട് സിട്രസി സ്മെല്ലാണ്. നാരങ്ങയൊക്കെ പൊളിച്ച് വെച്ച പോലെ കുറച്ച് അക്വാട്ടിക് നോട്ട്സും ഒക്കെ ആയിട്ട് മണക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഞാനിവിടെ കൊടുത്തേക്കാം. 3-4 മണിക്കൂർ എന്തായാലും പ്രൊജക്ഷനും ലോഞ്ചിവിറ്റിയൊക്കെ, അതായത് ആക്റ്റീവായിട്ട് ഫ്രാഗ്രൻസ് പെർഫോം ചെയ്യുന്ന ഒരു 4 മണിക്കൂറും, പിന്നെ സ്കിൻ സെൻ്റായിട്ട് ഇതൊരു 7-8 മണിക്കൂറൊക്കെ നിന്ന് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നല്ലൊരു അപ്ലിഫ്റ്റിംഗ് റിഫ്രഷിങ് സ്മെല്ലാണ്. കടലിൻ്റെയും നാരങ്ങയുടെയും മണം ആ ഒരു രീതിയിലാണ് മണക്കുന്നത്. ഇത് പറ്റുന്ന ആളുകൾ വാങ്ങിച്ചു നോക്കുക. ഇതിന് ഇപ്പോൾ അവർ നിർത്താൻ പോകുമെന്ന് പറയുന്നത് കേട്ടോ. ഇതിന് കുറച്ച് അക്വാമറൈൻ എന്ന് പറഞ്ഞൊരു 1-2 ഫ്ലാങ്കേഴ്സ് ഉണ്ട്. എനിക്ക് അക്വാമറൈനും ഇഷ്ടമാണ് ഇതിനകത്ത്. പക്ഷേങ്കിൽ ഇതാണ് ഇതിൻ്റെ ക്ലാസിക് സാധനം. ഇത് പറ്റുന്നവർ വാങ്ങിച്ച് മണത്ത് നോക്കുക കേട്ടോ. നല്ലൊരു സംഗതിയാണ്. പറ്റുന്നവർ എടുക്കുക, കുഴപ്പമില്ല. അടുത്തതാണ് ഈ ബോട്ടിൽ ഇങ്ങനെ വരുന്നത്, ഒരു ചിപ്പി പളുങ്കൊക്കെ പോലെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഡിയോറോ സവാഷ് എൻ്റെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഇതുണ്ടത്. ഇത് ഭയങ്കര ഫ്രഷ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മണത്ത് നോക്കാൻ പറ്റുന്ന ഒരു തരം ഫ്രഷ് ഫ്രാഗ്രൻസ്. ഇതിൻ്റെ നോട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ലെമണും കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും കൂടെ വെച്ചുള്ളത്. അതായത് ഈ ലെമൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ച നാരങ്ങ ഇങ്ങനെ ഇട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ മണക്കത്തില്ല. അതിൻ്റെ കൂടെ നല്ല മണമുള്ള കുറച്ച് വെള്ള പൂക്കളും കൂടെ ഇട്ട് മണത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. പിന്നെ അതിൻ്റെ രാമച്ചത്തിൻ്റെ ഒരു ബേസ് വരുന്നതാണ്. വളരെ ലൈറ്റ് രാമച്ചത്തിൻ്റെ ബേസാണ്. അതൊരു കോൺട്രാസ്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഈ രാമച്ചത്തിൻ്റെ ഇത് കുറച്ച് കൂടുതലാണ് ഇതിൻ്റെ പെർഫ്യൂം വെർഷൻ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇത് നല്ല അത്യാവശ്യം 4 മണിക്കൂറൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. 2-2.5 മണിക്കൂർ നല്ല പ്രൊജക്ഷൻ ഉണ്ടാവും. ഫംഗ്ഷനൊക്കെ അടിച്ചുകൊണ്ട് പോയ കോംപ്ലിമെൻറ്റ് മാഗ്നറ്റാണ്. ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക ഇത് അടിച്ചിരിക്കുന്നത്. ഭയങ്കര ഫ്രഷാണ്. അതാണ് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന മണം. ഇന്നൊഫെൻസീവ് ഡി തന്നെയാണ്. കാറിലൊക്കെ ഇരുന്ന് ഒരുപാട് ദൂരയാത്രയ്ക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഫ്രാഗ്രൻസ് കേട്ടോ. അടുത്തതാണ് വെർസാഷെ ഓ ഫ്രഷി. കണ്ടോ, വെർസാഷെ ഓ ഫ്രഷി ഇതുപോലെ ഒരു വലിയൊരു വിലയുള്ളൊരു ഫ്രാഗ്രൻസ് ഒന്നുമില്ല. മറ്റേ ഡിയോറോ സവാഷിന് 10,000-അടുത്താകും കേട്ടോ. പല വെബ്സൈറ്റ് പല രീതിയിലാണ്. നിങ്ങൾ തപ്പി നോക്കിയിട്ട് ഏറ്റവും കുറവുള്ള എവിടെയാണോ അവിടെ നിന്ന് വാങ്ങിക്കുക. എനിക്കിപ്പോൾ ഞാൻ ആരുടെ പേരൊന്നും പറയത്തില്ല, എനിക്ക് ആരുമായിട്ട് പരിചയമില്ല. അവർ നമുക്ക് ഇന്ത്യയിൽ അറിയാമല്ലോ, ആർക്കും ആരെ വേണമല്ലോ എപ്പോൾ വേണം പറ്റിക്കുക. പിന്നെ ഞാൻ അങ്ങനെ പറയാനായിട്ട്. അപ്പം നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് വാങ്ങിക്കുക എന്നുള്ളതുള്ളൂ. ടാറ്റ ക്ലിക്ക് നൈക്കൊക്കെ ഉണ്ടെങ്കിൽ അതാണ് സെലക്ട് ചെയ്യുമായിരിക്കും നല്ലത്. അവരൊന്നും പറ്റിക്കാൻ വഴിയില്ല. ഇതിന് ലെമൺ, ബെർഗമോട്ട്, സ്റ്റാർ ഫ്രൂട്ട്, കാഡമം, റോസ് വുഡ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടോപ്പ് നോട്ട് പറയുന്നത്. മസ്ക്, വുഡി, സാഫ്രോൺ, അംബർ ബേസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ അംബറും സാഫ്രോണൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ കോൺട്രാസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ലെമൺ, ബെർഗമോട്ട്, കാഡമം, സ്റ്റാർ ഫ്രൂട്ട് ആ ഒരു രീതിയിലുള്ളൊരു മണമാണ്. നമുക്ക് നോക്കാം. സെയ്ജുള്ള കാരണം ഒരു തരം ഒരു രീതിയിൽ സൂപ്പർ സാധനം. ചില ആൾക്കാർക്ക് ഈ സെയ്ജിനോട്ട് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയുള്ളൊരു നോക്കുക. ഇതിനകത്ത് സെയ്ജുണ്ട്. ഭയങ്കര ഒരു റിഫ്രഷിങ്, അപ്ലിഫ്റ്റിംഗ്, അക്വാട്ടിക് ടൈപ്പ് ഓഫ് സമ്മറി ഫ്രാഗ്രൻസ്. അത് സമ്മറിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു 4 മണിക്കൂറേ പെർഫോം ചെയ്യുള്ളൂ. നിങ്ങൾ ഇടയ്ക്കൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ നല്ല റിഫ്രഷിങ്, അപ്ലിഫ്റ്റിംഗ് സ്മെല്ലാണ്. നമ്മുടെ വെർസാഷെ പൂർ ഹോമിൻ്റെ ഒരു ചെറിയ അനിയനായിട്ട് മണക്കും. അത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്, വെർസാഷെ പൂർ ഹോമൊക്കെ. നമുക്കപ്പം ഇത് പക്ഷേ ഇത് കുറച്ചുകൂടെ വിലക്കുറവുണ്ട്. ഇതിന് 6,000 ആ റേഞ്ചിലൊക്കെ കിട്ടാറുണ്ട്. കിടിലനാണ്, അടിപൊളി ഫ്രാഗ്രൻസാണ്. കോംപ്ലിമെൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിനും. പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഏതാണ് ഈ ഇതാണ് കേട്ടോ സാധനം, വെർസാഷെ ഓ ഫ്രഷി. അടുത്ത ഫ്രാഗ്രൻസാണ് ജിമിച്ചു മാൻ ഐസ്. ഇത് എങ്ങനെയാണ് മണക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഡിയോർ ഹോം കൊളോഞ്ചിൻ്റെ അതുപോലെ തന്നെ മണക്കുന്നൊരു സാധനം കേട്ടോ. അടിപൊളി മണം എന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ്. ഇത് എങ്ങനെയാണ് മണക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് 4 മണിക്കൂറേ നിൽക്കുള്ളൂ. നിങ്ങളൊരു ഡീക്കൻ്റ് എടുത്തിട്ട് ഇടയ്ക്കൊന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും.
നല്ല പ്രൊജക്ഷൻ ഉണ്ട് ആദ്യത്തെ 2 മണിക്കൂർ. അടിക്കുന്നവരെല്ലാം ഇത് ഏതാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. വലിച്ച് കയറ്റും അടുത്ത് വന്ന ആൾക്കാർ. ഈ മണം ഇങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതാ. ഇത് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ഐസ്, ഒരു വലിയൊരു ഐസിന് മുകളിൽ ഒരു ശക്കല ഒരു ഏലക്ക പോലത്തെ ഒരു ടോൺ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ കൊണ്ട് നാരങ്ങ നന്നായിട്ട് ചുരണ്ടിയ ആ ഫ്രഷ് ലെമൺ സെസ്റ്റും നന്നായിട്ട് ഫ്രഷായിട്ട് ചുരണ്ടിയ ജിഞ്ചറും പച്ച നാരകത്തിൻ്റെ ഇലയും കൂടെ വെച്ചിട്ട് മണത്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഐസേന്ന് പിടിക്കണം ആ മണം. അതാണിത്. ഭയങ്കര അടിപൊളി കേട്ടോ. ഈ ബോട്ടിൽ എങ്ങനെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇങ്ങനെ ഐസായിട്ട് തോന്നുന്നില്ലേ? ഇതുപോലെ തന്നെ റിഫ്രഷിങ് ആണ് ഇതിൻ്റെ മണവും. ഇത് ഈ ക്ലോസ് ട്രാവൽസിന് ഞാൻ ഏറ്റവും യൂസ് ചെയ്യുന്ന സാധനം ഇത്. നിങ്ങൾക്ക് കാണാം, ഞാൻ അത്യാവശ്യം ഇത് യൂസ് ചെയ്തുകൊണ്ട് നടക്കാറുണ്ട്. കണ്ടോ, ഇത്രയും പോയി ഓൾറെഡി. ക്ലോസ് ട്രാവൽസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രാഗ്രൻസ് കേട്ടോ. കോളേജ് പിള്ളേർക്കൊക്കെ പറ്റിയ സാധനമാണ്. ചെറിയ ഫങ്ഷനൊക്കെയാണ് അടിപൊളി. ഒരുപാട് ലോഞ്ചിവിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു ഡീക്കൻറ്റും കൂടെ മേടിക്കേണ്ടി വരും. ഇതാണ് സാധനം, ജിമ്മി ചൂ മാൻ ഐസ് കേട്ടോ. ഇനി അടുത്ത സാധനമാണ് വെർസാഷെ ബ്ലൂ ജീൻസ്. വെർസാഷെ ബ്ലൂ ജീൻസ് ഒരു ഭയങ്കര ഒരു കിഡിലൻ ഫാബ്രിക് കണ്ടീഷണർ പോലെ മണക്കും. ഓ സൂപ്പർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1500 രൂപ മുതലാണ് ഇത് പല വെബ്സൈറ്റുകളിലും തുടങ്ങുക. 1500 to 2000 റേഞ്ചിൽ കിട്ടാനുണ്ട്. പല ക്ലോൺ ഫ്രാഗ്രൻസുകളും മേടിച്ച് പൈസ കളയുന്നതിന് സമയത്ത് ഇതൊരെണ്ണം മേടിച്ച അടിപൊളിയാണ്. നല്ല ഡിസൈനർ ഫ്രാഗ്രൻസാണ്, സൂപ്പർ ഡിസൈനർ ഫ്രാഗ്രൻസാണ്. നല്ല ഫ്രഷ് ഫാബ്രിക് കണ്ടീഷണർ പോലെ മണക്കും. സൂപ്പർ അടിപൊളിയാണ്. ഇഷ്ടംപോലെ കോംപ്ലിമെൻറ്റ്സും കിട്ടും. കോളേജ് പിള്ളേർക്കൊക്കെ പറ്റിയ സാധനമാണ്. ചെറിയ പൈസയിലേ ഉള്ളൂ, അപ്പോൾ വരുമാനമൊക്കെ കുറവുള്ള കോളേജ് പിള്ളേർക്കൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ. 5 മണിക്കൂറോളം അത് പെർഫോം ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അതൊക്കെ മതിയാവും. പിന്നെ സ്കിൻ സെൻ്റായിട്ട് നിൽക്കും, ദിവസം മുഴുവൻ വേണേൽ നിൽക്കും. അടിച്ചെടുത്ത് പോയി മണക്കണമെന്നേ ഉള്ളൂ. ക്ലോസ് എൻകൗണ്ടേഴ്സിലേ അത് പറ്റുള്ളൂ. അപ്പം ആദ്യത്തെ 2 മണിക്കൂർ നല്ല പ്രൊജക്ഷനൊക്കെ ഉണ്ട്. ആൾക്കാർ ഇഷ്ടംപോലെ കോംപ്ലിമെൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തതാണ് അതുപോലെ തന്നെ ഉള്ളൊരു സാധനം. ഇതാ അടുത്ത ഫാബ്രിക് കണ്ടീഷണർ പോലെ മണക്കുന്ന സാധനം, മൊംബ്ലാങ് ഇൻഡിവിജ്വൽ. ഇതൊരു റാസ്ബെറി ഫാബ്രിക് കണ്ടീഷണർ പോലെ മണക്കും. ഈ ജെറമിയൊക്കെ ഇതിന് ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു വലിയ വാവ് ഫാക്ടറൊന്നും തോന്നിയിട്ടില്ല ഉറപ്പായിട്ടും. അടിക്കാൻ കൊള്ളാം, സമ്മറിൽ അടിച്ചുകൊണ്ട് പോകാൻ കൊള്ളാം. ഒരു പെർഫ്യൂം ഉണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ച് പേര് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായി അടിച്ചിരിക്കുന്നത്. കോംപ്ലിമെൻറ്റ്സും കിട്ടുന്നുണ്ട്. എനിക്ക് ഒരുപാടൊരു ഹൈപ്പ് ഇതിന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനുള്ള സാധനം ഇല്ല. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒന്നുമല്ല. പിന്നെ ഫ്രാഗ്രൻസ് ഫുഡ് പോലെയാണ് ഇത്, ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ടാവും. പിന്നെ ഒരു റാസ്ബെറി വാഷിംഗ് പൗഡർ ആ ഒരു രീതിയിലുള്ള ഫാബ്രിക് കണ്ടീഷണർ പോലുള്ളൊരു മണമാണ്. ക്രീഡ് ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു DNA ആയിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരുപാടുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഇനി ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഉണ്ട്, ഡൻ ഹീലുണ്ട്, ഇവിടെ ടെറിഡ് ഹെർമിസ് ഉണ്ട്, അതിൻ്റെ ഫ്ലാങ്കേഴ്സ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഞാൻ കുറേ എടുത്ത് വെച്ചായിരുന്നു, പക്ഷേ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്ന കാരണം ഞാൻ ഒഴിവാക്കുന്നത്. നമുക്ക് പല വീഡിയോ ആയിട്ടിടാം. അപ്പോൾ അതുവരേക്കും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.